ഒരിക്കലും എന്നെ പോലെ ആകാതിരിക്കുക. മനസ്സിലാക്കാവുന്നവർക്ക് ഒരുപടി അർത്ഥം അതിനകത്തുണ്ട്. അദ്ദേഹം വളരെ അറിവുള്ള ആളാ മോളെ. എന്ത് പറയാനാ, ആ നശിച്ച പിള്ളേർ ഒന്നും സംസാരിക്കാൻ അനുവദിച്ചില്ല. അദ്ദേഹം ഒന്നും സംസാരിച്ചുമില്ല. എന്നോട് ചോദിച്ചു ഏത് നോവല എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന്. ഒരിക്കലും എന്നെ പോലെ ആകാതിരിക്കുക. ഇതിൽ തുടങ്ങുന്ന ഒരു കവിത അച്ഛൻ ഇന്ന് എഴുതി തീർക്കും. നീ എന്തിനായിരുന്നു ഉറക്കളയ്ക്കുന്നത്? പോയി കിടന്നുറങ്ങ. എന്തുവായിരുന്നു കുത്തിക്കുറിക്കുന്നത്? ഒരിക്കലും എന്നെ പോലെ ആകാതിരിക്കുക. എനിക്ക് ഈയിടെയായിട്ട് അങ്ങ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. കഥ ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. ആ, രാജനും ഗീതയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. എന്താ ചേച്ചി ഇഷ്ടം എന്ന് വെച്ചാ? കുട്ടി എന്താ കൂട്ടാ, സുഖമല്ലേ? ഇനി വന്നേ. അച്ഛനും അമ്മയും ഇവിടെ ഇല്ല. അറിഞ്ഞു, അതുകൊണ്ടാണ് ഇപ്പം വന്നത്. ആ, നീ പോയിട്ട് ഒരു പാക്കറ്റ് സേർത്ത് വാങ്ങിട്ട് വരണം, ഗോൾഡ് ഫ്ലേക്ക്. ആ നിലയില് ഇവിടെ നിന്നല്ല, അങ്ങ് അമ്പലത്തിനടുത്തുനിന്ന് കേട്ടോ. പതുക്കെ വന്നാൽ മതി. എനിക്ക് സീറ്റ് വേണ്ടിയിട്ടൊന്നുമല്ല, നമ്മുടെ സംസാരം അവൻ കേൾക്കണ്ടെന്ന് കരുതിയിട്ടാ. ലത പോയതോടെ ഞാൻ വീട്ടിലൊറ്റയ്ക്കായി. അവൾ എന്നോട് നന്ദിനിക്കുട്ടി പറഞ്ഞതൊക്കെ പറഞ്ഞു. നന്ദിനിക്കുട്ടി പറഞ്ഞത് എനിക്ക് ശരിക്കും മനസ്സിലായി. ഞാനും ആലോചിച്ചു, ശരിയാണ്. ഞാൻ സിഗരറ്റ് വലിക്കും. നന്ദിനിക്കുട്ടിക്ക് സിഗരറ്റിന്റെ മണം പോലും ഇഷ്ടമല്ല. ഞാനൊരു പട്ടാളക്കാരനാ, വല്ലപ്പോഴൊക്കെ ഇത്തിരി കഴിക്കും. നന്ദിനിക്കുട്ടി ഇഷ്ടപ്പെടുന്ന ഒരു ഭർത്താവാകാൻ എനിക്കൊരിക്കലും കഴിയില്ല. എനിക്ക് ആവശ്യം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ ചപ്പാത്തിയും കുറുമയും ഒക്കെ വെച്ചു തരാൻ പറ്റിയ ഒരു പെണ്ണിനെയാണ്. നന്ദിനിക്കുട്ടി പഠിത്തമുള്ളവളാണ്. നന്ദിനിക്കുട്ടിക്ക് ഒരു പട്ടാളക്കാരനേക്കാൾ നല്ല ഭർത്താവിനെ കിട്ടും. ഞാൻ എന്തിനാ വെറുതെ നന്ദിനിക്കുട്ടിയെ ഇവിടുന്ന് കൊണ്ടുപോയി ഒരു ജീവിതം തുലയ്ക്കുന്നത്? അമ്മാവനും അമ്മായിക്കും അതറിയില്ല. ലീവ് ക്യാൻസൽ ചെയ്ത് ഞാൻ മറ്റന്നാൾ പോവാണ്. ലീവ് നീട്ടിയതിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ നന്ദിനിക്കുട്ടിയോടൊന്നും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. എന്നാലും ആ മോഹൻ ഇത്ര പെട്ടെന്ന് പോകേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ പട്ടാളക്കാരുടെ കാര്യമൊക്കെ അങ്ങനെ അടി. അവര് ചോദിക്കുമ്പോ അവര് കിട്ടും, പക്ഷെ വിളിക്കുമ്പോ അങ്ങോട്ട് എല്ലിയും വേണം. ആ പിച്ചാത്തി ചെറുതൻ ഇവിടെ കണ്ടോ വെച്ചിരുന്നല്ലോ. ആ ദേ ഇങ്ങോട്ട് നോക്കി. അവന് പോകാൻ തീരെ മനസ്സില്ലാതെയാ പോയിരിക്കുന്നത്. അത് നിനക്ക് അങ്ങനെ മനസ്സിലായി? അവന്റെ മുഖം കണ്ടാലറിയാം. യാത്ര ചോദിക്കുമ്പോഴേ അവന്റെ മുഖത്ത് ജീവനില്ലായിരുന്നു. നിനക്ക് മുഖലക്ഷണം പറയാനും അറിയാമോ? ഇവിടെ എന്ത് പറഞ്ഞാലും തമാശയാണല്ലോ. ഇങ്ങോട്ടൊന്നും പറയാമല്ലോ. പക്ഷെ നന്ദിനിക്കുട്ടിയോടൊന്നും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോ ഗോപാലവന്റെ മകനാണല്ലേ? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് കളിച്ച് വളർന്നവരാ. മേനോന് സുഖം തന്നെയാണല്ലോ അല്ലേ? അതെ, അച്ഛനിപ്പോ ബിസിനസ് ആയിട്ടൊക്കെ കഴിയുകയാണ്. ഇപ്പൊ ഇങ്ങോട്ട് വരാൻ വിശേഷിച്ച്? നന്ദിനിക്കുട്ടിയുടെ കയ്യിൽ ഞാൻ ലൈബ്രറി പുസ്തകം വാങ്ങിച്ചിരുന്നു. നാളെ ലാസ്റ്റ് ഡേറ്റ് ആണ്. ഇരിക്കും. ഇന്ന് രാത്രി ഞാൻ മദ്രാസിനും പോവാ. പോകുന്നതിന് മുമ്പ് ഏൽപ്പിച്ചിട്ട് പോവാന്ന് കരുതി. അപ്പൊ നാളെ ക്ലാസ് ഇല്ലേ? ക്ലാസ് ഉണ്ട്, പക്ഷെ ബിസിനസിന്റെ കാര്യമായതുകൊണ്ട് പോകാതിരിക്കാൻ വയ്യ. അത് ശരി. നന്ദിനിക്കുട്ടി, നന്ദിനിക്കുട്ടി, നിന്നെ കാണാൻ വന്നതാ. അല്പം താമസിച്ചുപോയി, ഒരാഴ്ച സ്ഥലത്തില്ലായിരുന്നു. അമ്മ ഇല്ലേ അപ്പുറത്ത്? ചായ ഇടാൻ പറയൂ. അയ്യോ വേണ്ട, അതിനുള്ള സാവകാശം ഇപ്പൊ ഇല്ല. എന്നാൽ അച്ഛനോട് എന്നെ കണ്ട വിവരം പറയണം. എന്റെ അന്വേഷണം പറയൂ. പറയാം കേട്ടോ? വരട്ടെ. നന്ദിനിക്കുട്ടി, എന്താ അച്ഛാ? ഇയാളിങ്ങനെ ബോംബെയിലും മദ്രാസിയിലും ഒക്കെ പറന്നു കിടന്നാ പഠിക്കുന്നത് എങ്ങനെയാ? വലിയ കാശുകാരന്റെ മോനാ. ഓഹോ. പിന്നെ ഒരു തമാശക്ക് കോളേജിൽ വരുന്നത് മാത്രം. ഞാൻ ഓർക്കുകയായിരുന്നു, ഇയാളുടെ അച്ഛനും ഞാനും കൂടെ 8ാം ക്ലാസ് വരെ ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചവരാ. അന്ന് പഠിക്കാൻ വലിയ മിടുക്കനൊന്നും അല്ല, ബുദ്ധൂസാ. ഇപ്പൊ ബിസിനസ്സായി, കാശായി. ഓരോരുത്തന്റെ ഭാഗ്യം. നീ പോയി ഒരു കാപ്പി എടുത്തോണ്ട് വരും.
ആ തടുത്ത എന്റെ രാശി. മോഹന്റെ കത്ത് വന്നിട്ടുണ്ട്. ഏ? പ്രിയപ്പെട്ട അമ്മാവനും അമ്മായിയും അറിയുന്നതിന് നന്ദിനിക്കുട്ടിയുടെ ജാതകം എത്രയും വേഗം എന്റെ പേർക്ക് അയച്ചു തരണം. വിശദ വിവരങ്ങൾ പിന്നാലെ എന്ന് മോഹൻ. നീ എന്താ വല്ലാതെ? അല്ല, മോഹൻ ഇപ്പൊ എന്തിനാ നന്ദിനിക്കുട്ടിയുടെ ജാതകം? ആ വല്ല കാരണം കാണുമായിരിക്കും. അല്ലല്ല, എന്തോ കാര്യമുണ്ട്. ഞാൻ അന്നേ പറഞ്ഞില്ലേ അവൻ വല്ലാതെ യാത്ര പറഞ്ഞത്. ഒന്ന് ചുമ്മാതിരി എന്റെ ശാരി. അവൻ അവളുടെ ജാതകം ചോദിച്ചു, നമ്മൾ അയച്ചു കൊടുക്കുന്നു. അതിൽ കൂടുതൽ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നേ? നാളെ കളിക്കാടാ. എന്നാലും ലത ഇത്തരക്കാരിയാണെന്ന് ഞാൻ കരുതിയില്ല. എന്താടി അവൾ കല്യാണം കഴിച്ചു പോകുന്ന നിനക്ക് ഇത്ര കണ്ണുകടി? എനിക്ക് കണ്ണുകടിയായിട്ടൊന്നുമില്ല. പക്ഷേ പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് നമ്മോട് ചോദിക്കാമായിരുന്നു. ലോകം അങ്ങനെയാ, ഭർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം മറക്കും. അതിനു മുമ്പ് ആന വാചകം. നന്ദിനിക്കുട്ടി, ഒരു നിമിഷം. ഞാനിപ്പോ വരാം. എക്സ്ക്യൂസ് മീ. ഞാനൊരു കാര്യം പറഞ്ഞാൽ നന്ദിനിക്കുട്ടി കേൾക്കൂ? എന്താ കാര്യം? നന്ദിനിക്കുട്ടിക്ക് കേൾക്കാവുന്നതേ ഉള്ളൂ. കാര്യം പറയൂ. എതിര് പറയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വരൂ. ഈ വീട്ടിൽ വരുന്ന അതിഥികൾക്ക് ചില പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഉണ്ട്. വരൂ. നന്ദിനിക്കുട്ടി, പ്രസംഗത്തിൽ 1ാം സമ്മാനം കിട്ടിയ നന്ദിനിക്കുട്ടിയെ പറ്റി ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ടില്ലേ? ഹലോ, തോമസ് ആണോ? ഐസി. ടിക്കറ്റിന്റെ കാര്യം എന്തായി? ഏർപ്പാട് ചെയ്തോ? ആ, ശരിയാക്കാം. ഓക്കെ. നന്ദിനിക്കുട്ടി ഇരിക്കും. എന്റെ ഡാഡി എങ്ങനെയുണ്ട്? ഈ വീട്ടിൽ എന്നോട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഡാഡിയാണ്. എങ്ങനെ ഇരിക്കും? ഇതിനുള്ള ബോറടി ഒന്ന് കുറഞ്ഞു കിട്ടാനാണ് ഞാൻ കോളേജിൽ വരുന്നത്. ചന്ദ്രന് അമ്മയില്ലേ? ഞാൻ അമ്മയെ കണ്ടിട്ടില്ല. എന്നെ പ്രസവിച്ചതോടെ അമ്മ മരിച്ചു. ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. കഴിഞ്ഞ 23 പിറന്നാളുകൾ ഞാൻ തന്നെ അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇത്തവണ അതൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അതിന് ഒരു അതിഥി വേണമല്ലോ. ആ അതിഥിയാണ് നന്ദിനിക്കുട്ടി. നന്ദിനിക്കുട്ടി കഴിക്കും. അതെ, കൽക്കട്ടയ്ക്കുള്ളത് നാളെ ഡിസ്പാച്ച് ചെയ്താൽ മതി. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റും റിസർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അലൈറ്റ് പ്രോഡക്ട്സിന് ഒരു 25,000 പാക്കറ്റുകൾ വേണം. അതെ. ആ, ഡാഡിയാണ്. ഞങ്ങളുടെ സംസാരം മിക്കവാറും ഫോണിലൂടെയാണ്. ഈ ടെസ്റ്റ് ട്യൂബ് ബേബി എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ ഡാഡിയുടെ ടെലിഫോൺ ബേബിയാണ്. അയ്യോ, 5:30 മണിക്കാണ് ലാസ്റ്റ് ബസ്. അതിനെന്താ, ഒരു 10 മിനിറ്റിൽ നമുക്ക് പോകാമല്ലോ. നന്ദിനിക്കുട്ടി ചർച്ച കണ്ടില്ലല്ലോ. വരും. നന്ദിനിക്കുട്ടിയോട് ഒരു കാര്യം പറയണമെന്ന് ഞാൻ കുറച്ചു നാളായി വിചാരിക്കുന്നു. ഇപ്പോൾ പറയുന്നുണ്ട് തെറ്റില്ലാന്ന് തോന്നുന്നു. നന്ദിനിക്കുട്ടിയെ എനിക്കിഷ്ടമാണ്. എന്നുവെച്ചാൽ നന്ദിനിക്കുട്ടിയെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദിനിക്കുട്ടിക്ക് സമ്മതമാണെങ്കിൽ
അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതം ഞാൻ വാങ്ങാം. നന്ദിനിക്കുട്ടി എന്താ മിണ്ടായിരിക്കുന്നത്? നന്ദിനിക്കുട്ടിക്ക് എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. പക്ഷേ നന്ദിനിക്കുട്ടിയെ കണ്ട നാൾ മുതൽ എന്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ആഗ്രഹമാണിത്. ഞാൻ ആദ്യമായി ഒരു വിവാഹാഭ്യർത്ഥന നടത്തുന്നതും നന്ദിനിക്കുട്ടിയോടാണ്. എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു എഴുത്തുകാരനെ വിവാഹം കഴിക്കാനാണ്. നന്ദിനിക്കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണോ ഇത്? എങ്കിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കുന്നു. നന്ദിനിക്കുട്ടിയുടെ ഈ വലിയ ആഗ്രഹത്തെ മറികടക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഓ, 10 മിനിറ്റ് കഴിഞ്ഞു. തിരിച്ചു പോണ്ടേ? വരൂ. നീ വിഷമിക്കാതെ നന്ദിനിക്കുട്ടി, അച്ഛനൊന്നും സംഭവിച്ചു കാണുകയില്ല. എന്നാലും അയാൾ എന്താ പറഞ്ഞത്? ഫോണിൽ കൂടെ എനിക്ക് ശരിക്കും ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. അച്ഛന് ബോധക്കേടുണ്ടായെന്ന് മാത്രം പറഞ്ഞു. അച്ഛനൊരു അസുഖവും ഉണ്ടാവത്തതാ. നീ വിഷമിക്കാതെ, നമുക്കൊരു കാറ് പിടിച്ചു പോകാം. വരൂ. എന്നെപ്പോലാകാതിരിക്കൂ, ഒരിക്കലും എന്നെപ്പോലാകാതിരിക്കൂ. എന്നെപ്പോലാകാതിരിക്കൂ, ഒരിക്കലും എന്നെപ്പോലാകാതിരിക്കൂ. രണ്ടാഴ്ചയായി ഞാൻ പോണ്ടിച്ചേരിയിലായിരുന്നു. വന്നപ്പോൾ ഡാഡിയാണ് പറഞ്ഞത്. സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഞാൻ ഒരു തവണ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ, സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്കെന്തോ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തായിരുന്നു അസുഖം? ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഓ, ഡാഡി പറഞ്ഞു. ഡാഡി അവിടെ വന്നപ്പോൾ സ്റ്റുഡൻസിന്റെ തിരക്കായിരുന്നു അത്രേ. ഞാൻ പോട്ടെ. നന്ദിനിക്കുട്ടി ഇതൊന്നും ഓർത്ത് ദുഃഖിക്കരുത്. എല്ലാം ദൈവനിശ്ചയമാണെന്ന് കരുതിയാൽ മതി. അമ്മയില്ലാത്ത എന്റെ വിദ്യയെപ്പറ്റിയും അങ്ങനെ കരുതിയാണ് ഞാൻ സമാധാനിക്കുക. മോളെ, നീ ഊണ് കഴിക്കുന്നില്ലേ? ഇപ്പൊ വേണ്ടമ്മേ. രാവിലെ നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെ മോളെ? ഇപ്പൊ വിശപ്പില്ലഞ്ഞിട്ടാ. കുറച്ച് കഴിയുമ്പോ ഞാൻ വിളമ്പി ഉണ്ടോളാം. നന്ദിനിക്കുട്ടി, രാവിലെ കുളിയും കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയതാ മോളെ. എന്നും കൊട്ടാരവളപ്പിൽ പോയിരുന്ന് ഉച്ചവരെ അക്ഷരശ്ലോകം ചെല്ലാറുണ്ട്.
അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ തലചുറ്റി വീണെന്നാ കൈമൾ പറഞ്ഞത്. ആശുപത്രി പോകേണ്ടി വന്നില്ല. എന്തിനതൊക്കെ പറയുന്നു? അത്രയ്ക്ക് ആയുസുണ്ടായിരുന്നുള്ളൂ. ടെലഗ്രാം കിട്ടിയ ഉടനെ തന്നെ വേണുവേട്ടൻ ലീവിന് മാക്സിമം ട്രൈ ചെയ്തു. പക്ഷെ എന്ത് ചെയ്യാനാ, കിട്ടണ്ടേ? ഇപ്പൊ തന്നെ എന്ത് പാടുപെട്ടാ ലീവ് കിട്ടിയത്. നിന്നെ കണ്ടപ്പോൾ എനിക്ക് എന്ത് ആശ്വാസമായിരുന്നു മോളെ. പറ്റി ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. അപ്പച്ചി, മോഹൻ ഏതാനും 2 വർഷം കഴിഞ്ഞ് ലീവ് കിട്ടുകയുള്ളൂ. ഇപ്പൊ അമ്മാവനും കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് എത്രയും വേഗം നന്ദനക്കുട്ടി വിവാഹം നടത്തുന്നത് നല്ലതാണെന്ന് മോഹൻ എനിക്ക് എഴുതിയിരുന്നു. നീ കുറച്ച് വെള്ളം എടുത്തിട്ട്. ഏതായാലും നല്ല സ്വഭാവക്കാരനാണ്. പിന്നെ മോഹന്റെ സ്നേഹിതനാണ്. സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ആ വീട്ടിൽ പോയിട്ടാ വരുന്നത്. അയാൾ 2 ആഴ്ചകളിൽ മടങ്ങിപ്പോകും. ഇപ്പൊ നടന്നാൽ നടന്നു. നന്ദനക്കുട്ടിയുടെ ഫോട്ടോയും കാണിച്ചു. അവർക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇനി അമ്മായിയുടെ സമ്മതം മാത്രമേ ആവശ്യമുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് കാര്യമായില്ലല്ലോ. അവളുടെ പ്രകൃതം അവനും പിടിക്കണ്ടേ? നേരെ ചൊവ്വ ഉപ്പും മുളകും ഞെടാൻ പോലും അവൾക്കറിയില്ല. അതൊക്കെ ശരിയാവും അമ്മായി. ഇതുപോലൊരു ചെറുക്കനെ കിട്ടിയത് നന്ദനക്കുട്ടിയുടെ ഭാഗ്യമെന്ന് കരുതിക്കോളൂ. നീ കൊച്ചു കുട്ടിയൊന്നുമല്ല. ജീവിതത്തെ കുറെ കൂടി ഗൗരവമായി കാണണം. നീ കാരണം ഞാൻ എത്ര വേദനിക്കുന്നെന്നറിയാമോ? നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നിന്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടേനെ. എന്നതാണോ സ്ഥിതി? നീ ഇങ്ങനെ പോയാൽ ഭാവിയിൽ താങ്ങും തണലുമായി ആരുണ്ട്? അമ്മ എന്നും ജീവിച്ചിരിക്കുമോ? ഞാൻ എന്ത് വേണം? നിന്റെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിക്കൂ. ഞാൻ രവിയുടെ വീട്ടിൽ പോയിരുന്നു. നിനക്ക് എന്തുകൊണ്ടും ചേരുന്ന ഭർത്താവാണെന്ന് 100 തവണ ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് നിന്നെ ഞാൻ നിർബന്ധിക്കുന്നത്. നിനക്കിഷ്ടമാണെങ്കിൽ പിന്നെ യാതൊരു ചടങ്ങിന്റെ ആവശ്യമില്ല. കല്യാണം നടത്തുകയേ വേണ്ടൂ. നിനക്കിഷ്ടമാണോ മോളെ? എനിക്കിഷ്ടമാണ്. എന്താ കുട്ടി? ഒന്നുമില്ല. ഞാൻ അച്ഛനെ കുറിച്ച് ഓർത്തത്. ഉറങ്ങാൻ നോക്കൂ.